അല്പസമയത്തിനകം തന്നെ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ വന്ദേ ഭാരത് ട്രെയിൻ എത്തും. ആ ട്രെയിനിലാണ് 13 വയസ്സുകാരിയായ കൊല്ലം സ്വദേശിനി വരുന്നത്. ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാകാൻ വേണ്ടിയിട്ടുള്ളത്. അങ്കമാലി ലിറ്റിൽ ഫ്ലവറിലാണ് ഈ ഹൃദയം നൽകേണ്ട മറ്റു ക്രമീകരണങ്ങളൊക്കെ ഏർപ്പെടുത്തേണ്ടതുള്ളത്. അതായത് മസ്തിഷ്ക മരണത്തെ തുടർന്നാണ് അങ്കമാലി സ്വദേശിയായ 18 വയസ്സുകാരൻ്റെ ഹൃദയം അത് അവയവദാനത്തിന് തയ്യാറാണെന്ന് അവരുടെ കുടുംബം അറിയിച്ചിട്ടുള്ളത്. പക്ഷേ ഏതാനും നടപടിക്രമങ്ങൾ കൂടി പൂർത്തിയാക്കേണ്ടതുണ്ട്. കാരണം ഈ പെൺകുട്ടിക്ക് ആ ഹൃദയം നൽകാൻ മറ്റു കാര്യങ്ങളൊക്കെ ഓക്കെയാണോ, മറ്റു പരിശോധനകളൊക്കെ നടത്തി ഈ കുഞ്ഞ് ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകാൻ ഒക്കെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഡോക്ടർമാർ പരിശോധന നടത്തി ഉറപ്പാക്കിയ ശേഷമായിരിക്കും അങ്കമാലി ആശുപത്രിയിൽ നിന്ന് ഹൃദയം ലിസി ആശുപത്രിയിലേക്ക് എത്തിക്കുക. ആ ഒരു കടമ്പ കൂടി കടക്കേണ്ടതുണ്ട്. എന്തായാലും വലിയ പ്രതീക്ഷയോടെ കൊല്ലത്ത് നിന്ന് ആ പെൺകുട്ടിയുമായി കുടുംബം വന്ദേ ഭാരത് ട്രെയിനിൽ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാനും മിനിറ്റുകൾക്കകം തന്നെ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ പെൺകുട്ടി അവരുടെ കുടുംബത്തോടൊപ്പം എത്തും. ഇവിടെ നിന്ന് ആംബുലൻസ് റെഡിയായിട്ടുണ്ട്. ഏതാണ്ട് 3.5 കിലോമീറ്റർ മാത്രം ദൂരെയാണ് ലിസി ആശുപത്രി ഉള്ളത്. ആ ആശുപത്രിയിലേക്ക് 15 മിനിറ്റ് കൊണ്ട് താഴെ സമയത്തിൽ എത്താൻ ഒരു അടിയന്തര പ്രാധാന്യത്തോടെ വലിയ ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടില്ല. പക്ഷേ പോലീസ് വലിയ ഗതാഗത കുരുക്കുകളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി പോലീസിന്റെ വാഹനം കൂടി ഇവിടെ എത്തിയിട്ടുണ്ട്. സാധാരണഗതിയിൽ പോകുന്നത് പോലെ ആംബുലൻസ് അവിടേക്ക് പോകുമെന്നാണ് ആംബുലൻസ് ഡ്രൈവർ അറിയിച്ചിട്ടുള്ളത്. അവിടെ എത്തിയാൽ ഈ മറ്റു പരിശോധനകൾ കൂടി നടത്തി ഹൃദയം സ്വീകരിക്കാൻ കുട്ടി തയ്യാറാണോ, മറ്റു സാമ്പിളുകളൊക്കെ മാച്ചാണോ എന്നതടക്കമുള്ള എല്ലാം അവസാനഘട്ട പരിശോധനകൾ സാധാരണ നടത്താറുള്ളത് പോലുള്ള അവസാനഘട്ട പരിശോധനകൾ കൂടി പൂർത്തിയാക്കണം. അത് പൂർത്തിയായ ശേഷമായിരിക്കും അതൊക്കെയാണ് പെൺകുട്ടി ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കൊക്കെയാണ് ഈ ഹൃദയം ഈ കുട്ടിക്ക് മാച്ചാണെന്ന് ഡോക്ടർമാർ മനസ്സിലാക്കിയ ശേഷമാകും അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ നിന്ന് 18 വയസ്സുകാരനായ ദിൽജിത്തിന്റെ ഹൃദയം ഇവിടേക്ക് കൊണ്ടുവരിക. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ അങ്കമാലി സ്വദേശിയായ 18 വയസ്സുള്ള ദിൽജിത്ത് വാഹനാപകടത്തെ തുടർന്ന് ആശുപത്രിയിലാകുന്നത്. ജീവൻ രക്ഷാ ദൗത്യത്തിന്റെ വിവരങ്ങളാണ് അറിയ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. 13 വയസ്സുള്ള പെൺകുഞ്ഞുമായി അല്പസമയത്തിനകം തന്നെ വന്ദേ ഭാരത് അവിടെ എത്തിച്ചേരും. അവിടെ നിന്ന് ലിസി ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോവുക. 18 വയസ്സുകാരനായ വിദ്യാർത്ഥിയുടെ ഹൃദയമാണ് ഈ കുഞ്ഞിന് നൽകേണ്ടത്. അത് അങ്കമാലി ആശുപത്രിയിലാണുള്ളത്. കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിച്ച ശേഷം ശസ്ത്രക്രിയ നടത്താൻ വേണ്ട ശാരീരിക അവസ്ഥകളൊക്കെ ആണോ എന്ന് പരിശോധിച്ച ശേഷം മാത്രമാകും ആ നടപടികളിലേക്ക് കടക്കുക. കുട്ടിയെ വന്ദേ ഭാരത് എയർ ആംബുലൻസ് കിട്ടാത്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് വന്ദേ ഭാരതിൽ എറണാകുളത്തേക്ക് എത്തിക്കുന്നത്. അല്പനിമിഷങ്ങൾക്ക് തന്നെ ട്രെയിൻ അവിടെ എത്തിച്ചേരും. പോലീസ് മറ്റ് ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. തടസ്സങ്ങളില്ലാതെ ആശുപത്രിയിലേക്ക് ആംബുലൻസ് എത്തിച്ചേരാൻ വേണ്ട ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് മറ്റൊരു ഹൃദയമാറ്റ ശസ്ത്രക്രിയ. ഒരു 3-4 പേർക്ക് ജീവൻ നൽകിക്കൊണ്ടാണ് 33കാരനായ ചെറുപ്പക്കാരൻ നമ്മളോട് വിട പറഞ്ഞത്, ഐസക് എന്ന ചെറുപ്പക്കാരൻ. എന്തായാലും അതിന് തൊട്ടു പിന്നാലെ തന്നെ മറ്റൊരു സംഭവം കൂടി ഉണ്ടാകുന്നു. തുടരുന്നുണ്ടറിയാം. എനിക്ക് തോന്നുന്നു സമയം 7 മണിയായി. വന്ദേ ഭാരത് അവിടെ എത്തിച്ചേരാറായി അല്ലേ? അതെ, 7:01 എന്ന സമയമാണ് വന്ദേ ഭാരത് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തേണ്ട സമയമായി കാണിക്കുന്നത്. ഇവിടെ 2 കുടുംബങ്ങൾ ഒരേ സമയം പ്രതീക്ഷയോടെയും വേദനയോടെയും കാത്തു നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് എല്ലാ അവയവദാന ശസ്ത്രക്രിയ നിമിഷങ്ങളിലും നമ്മൾ കാണാറുള്ളതാണ്. എന്തായാലും കൊല്ലം സ്വദേശിനിയായ ഈ 13 വയസ്സുകാരി നമ്മൾ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആ ദൃശ്യങ്ങൾ കണ്ടതാണ്. വലിയ പ്രതീക്ഷയോടെ ആ കുഞ്ഞിനെ തോളിലേറ്റി അച്ഛൻ ട്രെയിനിലേക്ക് കയറുന്ന ദൃശ്യങ്ങൾ നമ്മൾ കൊല്ലത്ത് നിന്ന് കണ്ടതാണ്. ഏതാനും മിനിറ്റുകൾ മാത്രം ബാക്കിയുള്ളൂ. ആ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പെൺകുട്ടിയും കുടുംബവും എത്തും. ഇവിടെ ലിസി ആശുപത്രിയിലേക്ക് കുട്ടിയെ കൊണ്ടുപോകുന്നതിനുള്ള ആംബുലൻസ് സജ്ജമായിട്ടുണ്ട്. ആംബുലൻസ് വഴി 15 മിനിറ്റിൽ താഴെ സമയത്തിൽ ലിസി ആശുപത്രിയിൽ എത്താൻ കഴിയും. മറ്റു പരിശോധനകൾ അവിടെ നടത്തും. അതിനുശേഷമാകും ഈ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട തുടർ നടപടികളിലേക്ക് ആശുപത്രി കിടക്കുക. ഏതാണ്ട് 3 വർഷമായി പെൺകുട്ടി ഹൃദയവുമായി ബന്ധപ്പെട്ട ചികിത്സയിലാണ്. ഹൃദയം മാറ്റിവെക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകളുമായി ബന്ധപ്പെട്ട കാത്തിരിപ്പിലുമൊക്കെയായിരുന്നു. ഇപ്പോൾ അങ്കമാലിയിൽ നിന്നുള്ള അങ്കമാലി സ്വദേശിയായ 18 വയസ്സ് മാത്രം പ്രായമുള്ള അപകടത്തെ തുടർന്ന് ചികിത്സയിലായിരിക്കുകയും മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുകയും ചെയ്ത ദിൽജിത്ത് എന്ന 18 വയസ്സുകാരന്റെ ഹൃദയമാണ് സ്വീകരിക്കാനായി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ പരിശോധനകളും പൂർത്തിയാക്കിയ ശേഷമായിരിക്കും ആ ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കുള്ള അടുത്ത ഘട്ടത്തിലേക്ക് ഡോക്ടർമാരടക്കം നീങ്ങുക. അതാണ് നിലവിൽ ആശുപത്രിയിൽ നിന്ന് 2 ആശുപത്രികളിൽ നിന്നും ലഭ്യമായിരിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ ദിൽജിത്തിന്റെ മറ്റ് അവയവങ്ങളും മറ്റ് ആശുപത്രികളിലേക്കും മറ്റാളുകൾക്കും നൽകാൻ ആ കുടുംബം തയ്യാറായിട്ടുണ്ട്. കോഴിക്കോട് അതോടൊപ്പം തന്നെ അമൃത അടക്കമുള്ള ആശുപത്രിയിലേക്ക് മറ്റ് അവയവങ്ങൾ കൂടി എത്തിക്കാനുള്ള ക്രമീകരണം കൂടി ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ 18 വയസ്സുകാരൻ മാത്രമായ ദിൽജിത്ത് മരണശേഷം അദ്ദേഹത്തിന്റെ അവയവങ്ങളൊക്കെ മറ്റുള്ളവർക്ക് ജീവൻ എഴുതുന്നതിന് വേണ്ടി വിട്ടു നൽകാൻ ആ കുടുംബം തയ്യാറായിട്ടുണ്ട്. അങ്ങനൊരു സങ്കടകരമായ ഒപ്പം
മറ്റുള്ളവർക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു കാഴ്ച കൂടി അവിടെയുമുണ്ട്. ഇപ്പോൾ വന്ദേ ഭാരത് ട്രെയിൻ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ 13 വയസ്സുകാരിയും കുടുംബവും പുറത്തേക്ക് വരും. എത്തി ആശുപത്രിയിലേക്ക് അവരെ ആംബുലൻസ് മാർഗം കൊണ്ടുപോകും. അവിടെ എത്തി മറ്റു തുടർ പരിശോധനകൾ നടത്തും. ആ തുടർ പരിശോധനകളിൽ പെൺകുട്ടി അവയവം സ്വീകരിക്കുന്നതിന് തയ്യാറാണ് എന്ന് പരിശോധനയിൽ വ്യക്തമായാൽ മറ്റ് രക്തപരിശോധനയുടെ സാമ്പിളുകളടക്കം കണക്കിലെടുത്ത് മറ്റെല്ലാ സാധാരണഗതിയിൽ ഹൃദയമാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് നടത്തേണ്ടുന്ന പരിശോധനകളും നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയ ശേഷം പെൺകുട്ടി അത് സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന വിലയിരുത്തൽ അത് ഡോക്ടർമാരുടെ ഭാഗത്തുനിന്നുണ്ടായാൽ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ നിന്ന് ഇന്ന് രാത്രിയോടുകൂടി തന്നെ 18 വയസ്സുകാരനായ ബെൽജിത്തിന്റെ ഹൃദയം എറണാകുളം ലിസി ആശുപത്രിയിലേക്ക് കൊണ്ടുവരും. ഏതാണ്ട് മറ്റ് നടപടിക്രമങ്ങളൊക്കെ വിചാരിച്ചതുപോലെ തന്നെ പോയാൽ 10:30 തന്നെ ഹൃദയം ലിസി ആശുപത്രിയിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണ് ആശുപത്രികൾ പങ്കുവെക്കുന്നത്. എന്തായാലും വലിയ പ്രതീക്ഷയോടെ ഏതാണ്ട് 3 വർഷമായി ചികിത്സയിലായിരുന്ന 13 വയസ്സുകാരി എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് അവരുടെ കുടുംബത്തോടൊപ്പം എത്തുകയാണ്. ശ്രീജിത്രി ആശുപത്രിയിലായിരുന്നു കുറച്ചു ദിവസമായി ചികിത്സയിലുള്ളത്. അതിനിടയിലാണ് ഇത്തരത്തിലൊരു വിവരം എറണാകുളം ലിസി ആശുപത്രിയിൽ നിന്ന് അവർക്ക് ലഭിക്കുകയും അവർ ഇവിടേക്ക് ചികിത്സയ്ക്കായി വരികയും ചെയ്തത്. ഒരു എയർ ആംബുലൻസ് മറ്റു പലതരത്തിലുള്ള ഗതാഗത സംവിധാനങ്ങൾ വഴി കുട്ടിയെ ഇവിടേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ആദ്യം ആലോചിച്ചിരുന്നു. പക്ഷേ ഈ ട്രെയിനിൽ വരിക എന്നുള്ളത് ഏറെക്കുറെ വളരെ വേഗത്തിൽ തന്നെ ഒരു ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങളാണ് നമുക്ക് മുൻപിലുള്ളത്. 13-കാരിയെ ഇപ്പോൾ വന്ദേ ഭാരതിലാണ് ഈ ജീവൻ രക്ഷാ ദൗത്യത്തിന്റെ ഭാഗമാകുന്നത്. വന്ദേ ഭാരതാണ്. എയർ ആംബുലൻസ് ലഭ്യമായില്ല. പിന്നാലെയാണ് വന്ദേ ഭാരതിനെ ആശ്രയിക്കുന്നത്. ട്രെയിൻ 7:01 സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തേണ്ടിയിരുന്നത്. ഇപ്പോൾ തന്നെ എത്തും. ഏതാനും നിമിഷങ്ങളുടെ ബാക്കി മാത്രമാണ് ഇനിയുള്ളത്. ആ നിമിഷങ്ങൾക്കുള്ളിൽ വന്ദേ ഭാരത് ട്രെയിൻ എത്തിച്ചേരും. പിന്നീട് നേരെ ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളൊക്കെയാണ് ഒരുക്കിയിരിക്കുന്നത്. റിയ ബേബിയാണ് വിവരങ്ങൾ നൽകിയത്. ഇന്നലെയും നമ്മൾ സമാനമായിട്ടുള്ള ഒരു ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ ഭാഗമായിരുന്നു. അതിനായി കേരളം ഹൃദയപൂർവ്വം കാത്തിരിക്കുകയായിരുന്നു. ഇന്നിപ്പോൾ 3 വർഷമായി ഹൃദ്രോഗബാധയായ പെൺകുട്ടിയാണ്. ചെറിയ മോളാണെന്ന് തന്നെ പറയാം. 13 വയസ്സ് മാത്രം പ്രായമുള്ളൊരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയെയാണിപ്പോൾ വന്ദേ ഭാരതിൽ കൊച്ചിയിലേക്ക് അവരെ എത്തിക്കുന്നത്.